കോഴിക്കോട് ഫറൂഖിൽ വീടിന് മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞു. മുനിസിപ്പാലിറ്റി ചെയർമാൻ NC റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് നിർത്തിയിട്ട ലോറി മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. സിമന്റ് കയറ്റി വന്ന ലോറി ഇന്നലെ രാത്രി മുതൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അമിതഭാരത്താൽ മതിലിടിഞ്ഞ് ലോറി താഴേക്ക് പതിച്ചതായാണ് വിവരം. വീടിന്റെ സിറ്റ് ഔട്ട് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വീടിന്റെ മുൻഭാഗത്ത് ആരും ഉണ്ടാവാതിരുന്നതിനാലാണ് ദുരന്തമൊഴിവായത്. ഭാര്യയും മരുമകളും അടുക്കളയിൽ ചായന്റെ പണിയിലാണ്. ഞാനിങ്ങനെ കുളിച്ച് വരുന്ന സമയത്താണ് അപാര സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട് മുമ്പോട്ടാണ് ചെന്നപ്പോൾ പിന്നെയും ഇടിഞ്ഞിടിഞ്ഞ് വീണ്ടും മേലത്തെ ആ ഫ്രണ്ടേ കംപ്ലീറ്റ് ഇടിഞ്ഞ് വീഴുകയാണ്. പുറത്തു പോയി ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ആളപകടം ഇല്ലാത്തത് ദൈവാനുഗ്രഹം. അപകടം നടക്കുമ്പോൾ ഡ്രൈവർ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അനധികൃത പാർക്കിംഗ് ആണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരം നിർത്തിടും എന്നുണ്ടാവും. ഇവരെ വണ്ടിക്കാരോട് പറയല നിർത്തിയിടരുത്. 2 ബസ്സുകാർ 2 അപ്പുറം നിർത്തിടും ഇപ്പുറം നിർത്തിടും. ബസ്സാരിയായിട്ട് എത്ര പറഞ്ഞാലും ബസ്സാർ കേൾക്കൂല. ഇത്രയും ഭാരമേറിയ വണ്ടികൾ നിർത്തിയിട്ട് പോവാണല്ലോ. എത്ര ടണ്ണ് 35+ ഉണ്ടാവുമല്ലോ. വണ്ടിയുടെ ഭാരം കൂടെ കൂടുമ്പോൾ നല്ലൊരു ടണ്ണ് ഉണ്ടാവുമല്ലോ. അത്രയും വണ്ടികൾ ഇവിടെ ഈ സൈഡിൽ നിർത്തിയിട്ട് പോയാലുള്ള അവസ്ഥ. ലോറി സംഭവ സ്ഥലത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. മീഡിയ 1 കോഴിക്കോട്.